വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്വിക്ക് ആൻഡ് ഈസി വെജ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടി നമ്മളൊരു പാൻ എടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഫൈൻലി ചോപ്ഡ് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഈ വെളുത്തുള്ളി നല്ലോണം 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. ഇതിൻ്റെ റോ സ്മെല്ലൊന്ന് പോവാനായിട്ട്. ഇത് കരിയാൻ പാടില്ല, ജസ്റ്റ് നല്ലോണം ഫ്രൈ ആയി കുക്ക് ചെയ്യാനേ പാടുള്ളൂ. ഇനി വെളുത്തുള്ളി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. ഇതും നല്ലോണം സോത്തേ ചെയ്ത് കുക്ക് ചെയ്യണം. ഇതിൻ്റെ കൂടെ നമ്മൾ സ്പ്രിംഗ് അണിയൻ്റെ വെള്ള ഭാഗം മാത്രം എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അണിയൻ വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം വഴറ്റി കൊടുക്കുക ഒരു 2-3 മിനിറ്റ്. ഇത് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. വെജ് ഫ്രൈഡ് റൈസിൽ എല്ലാ വെജിറ്റബിൾസും കുക്കാവണം, പക്ഷേ ഒരു ക്രഞ്ചി ആയിട്ടും ഇരിക്കണം. നമ്മൾ കടിക്കുമ്പോൾ വെജിറ്റബിൾസ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും. ഒരു 8-10 ബീൻസ് എടുത്തിട്ടുണ്ട്. അത് തിന്നായിട്ട് ഇങ്ങനെ സ്ലാൻറ്റിങ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് കാണാനും ഒരു ഭംഗിയുണ്ടാവും ഡിഷിൽ. ഇത് നല്ലോണം നമ്മളെല്ലാ വെജിറ്റബിൾസും ഒന്ന് വഴറ്റണം. ഇനി ഒരു 1/2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് അരിഞ്ഞാൽ കുട്ടികൾ കഴിച്ചോളും, എടുത്ത് മാറ്റി വെക്കില്ല. അപ്പം ഇനി നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാം. ഇതിൽ ഞാനൊരു 1/2 ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണാണ് ക്യാപ്സിക്കം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലോണം വഴറ്റുക. സോയാ സോസിലും അരിയിലും ഉപ്പുണ്ട്, അപ്പം നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. ഇതൊരു നല്ല ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. നമുക്ക് തലേദിവസം ചോറ് കുക്ക് ചെയ്ത് വെച്ച് നമുക്ക് വെജിറ്റബിൾസും ചെയ്ത് വെക്കാം. രാവിലെ ഒരു 10-15 മിനിറ്റ് എടുക്കില്ല ലഞ്ച് ബോക്സിലേക്ക് വെജ് ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടി. ഇതൊരു 2-3 മിനിറ്റ്സ് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്ക്ഡ് റൈസാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ ഒരു 20 മിനിറ്റ് ഒരു 200 ഗ്രാംസ് ബാസ്മതി റൈസ് എടുത്തിട്ട് അത് വെള്ളത്തിൽ 20 മിനിറ്റ്സ് സോക്ക് ചെയ്തിട്ട് ചോറ് നമ്മൾ വെക്കുന്ന പോലെ വെള്ളം ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് അതിലിട്ടിട്ടുണ്ട്. പിന്നെ അതൊരു 90% കുക്കാവണ വരെ ചെയ്തിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഒരു കൊലാൻഡർ ഇങ്ങനെ ഒരു ഹോളുള്ള പാത്രത്തിലേക്ക്. എന്നിട്ട് അത് നല്ലോണം കൂൾ ചെയ്തിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചോറിനി നല്ലോണം വെജിറ്റബിൾസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ജനറലി ഹൈ ഹീറ്റിലാണ് ചെയ്യുക. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരു സ്ലോ ടു മീഡിയം ഹീറ്റിൽ ചെയ്യാം, കരിഞ്ഞു പോവാതിരിക്കാനായിട്ട്. ഇത് നല്ലോണം ചോറും വെജിറ്റബിൾസും കൂടെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആൻഡ് 1 ടീസ്പൂൺ വിനീഗർ. ഇത് വൈറ്റ് വിനീഗറാണ്. ഇതെല്ലാം കൂടെ നമ്മളിനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. ഈ ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഹൈ ഹീറ്റിൽ ഇങ്ങനെ ഇത് നല്ലോണം റൈസും എല്ലാം ഫ്രൈ ആക്കി എടുക്കുക. ഇതൊരു ബേസിക് വെജ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്കിത് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷേസ്വാൻ സോസും ആഡ് ചെയ്യുക ഈ സ്റ്റേജിൽ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വീട്ടിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. നിങ്ങൾക്ക് വേണ്ട പോലെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നിങ്ങൾക്കും ഫാമിലിക്കും ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റിൽ സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ ഭാഗം വെച്ചിട്ട് ഇത് ഗാർണിഷ് ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ ഇത് സെർവ് ചെയ്യാൻ പറ്റും. വേഗം ആവുന്ന ഒരു ഡിഷാണ്. പ്ലീസ് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.